അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അടുത്ത രക്തസാക്ഷി മരണം യോഹന്നാന്റെ സഹോദരനായ യാക്കോബിൻ്റെതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 12:2 ഇത് സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് സംഭവിച്ചത് സ്തേഫാനോസിന്റെ മരണത്തിന് ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ യാക്കോബിന്റെ മാതാവാണ് യേശുവിന്റെ ഐഹിക ജീവിതകാലത്ത് യേശുവിനെ സമീപിച്ച് തൻ്റെ പുത്രന്മാർ യാക്കോബും യോഹന്നാനും ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ അരുളി ചെയ്യണമെന്ന് അപേക്ഷിച്ചത്. അതിന് മറുപടിയായി യേശു യാക്കോബിനോടും യോഹന്നാനോടും, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 20:23 നമുക്കത് കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ഈ വാക്കുകളിൽ യാക്കോബും യോഹന്നാനും സഹിക്കേണ്ടിയിരുന്ന കഷ്ടാനുഭവങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. 12 അപ്പോസ്തലന്മാരിൽ ആദ്യം രക്തസാക്ഷിയായി തീർന്നത് യാക്കോബ് അപ്പോസ്തലനായിരുന്നു എന്നത് പ്രത്യേകം സ്മരണീയമാണ്. ഹെരോദ അഗ്രിപ്പ യഹൂദിയിൽ ഗവർണറായി നിയമിതനായ ഉടനെ യഹൂദന്മാരുടെ പ്രീതിക്കായി ക്രിസ്ത്യാനികളെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യണമെന്ന നിശ്ചയത്തോടുകൂടെ അയാൾ സഭയുടെ നേതാക്കളെ തന്നെ പിടികൂടി. അക്കൂട്ടത്തിലാണ് യാക്കോബ് അപ്പോസ്തലൻ പിടിക്കപ്പെട്ടത്. തന്റെ വധത്തെക്കുറിച്ച് പ്രസിദ്ധ പുരാതന ഗ്രന്ഥകാരനായ ക്ലെമൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: വധസ്ഥലത്തേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ അപ്പോസ്തലൻ പ്രദർശിപ്പിച്ച അസാധാരണമായ ധൈര്യവും ഉറപ്പും കണ്ടിട്ട് തൻ്റെ മേൽ കുറ്റം ആരോപിച്ച മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. അയാൾ അപ്പോസ്തലന്റെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് ഏറ്റുപറയുകയും അപ്പോസ്തലനോട് ഒന്നിച്ച് മരിക്കുവാനായി അയാൾ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് അവർ ഇരുവരും ഒരുമിച്ച് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. കർത്താവിൻ്റെ പാനപാത്രം കുടിപ്പാൻ എനിക്ക് കഴിയുമെന്ന് യാക്കോബ് ഏറ്റുപറഞ്ഞതിനെ ഈ വിധം രക്തസാക്ഷിത്വത്താൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ ദൈവത്തിന് തീരുമാനമായി. ഏകദേശം ഈ കാലത്ത് തന്നെ തിമ്മോൻ ഫിലിപ്പിയയിലും പാർമിനാസ് മക്കദോനിയയിലും രക്തസാക്ഷികളായി തീർന്നു. ഈ സംഭവങ്ങൾ നടന്നത് AD 44 വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനായി പോരാടി തങ്ങളുടെ രക്തവും ജീവനും ബലിയർപ്പിച്ച വിശുദ്ധന്മാർ കടന്നുപോയ കഷ്ടതയുടെ പാത നമുക്ക് പ്രിയപ്പെടാം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് അപ്പോസ്തലന്മാർ ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നുവല്ലോ. അപ്പോസ്തല പ്രവൃത്തി 14:22 നമുക്കത് വായിക്കുവാൻ കഴിയും. ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കാൻ ശ്രേഷ്ഠ വിളിയാൽ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും മാനവും അർപ്പിക്കുന്നു.